പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി സംസാരിക്കുന്ന, അത്ര ഒരു ഇന്റർവ്യൂസ് ആയപ്പോലും ഫ്രണ്ട്ലി അല്ലാതെ കുറച്ച് സീരിയസ് ആയി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ഒരു ഇമേജ്. അങ്ങനെയല്ല, മൊത്തത്തിലൊരു ഇമേജ് ഉണ്ട് നമ്മുടെ മലയാളികൾക്കിടയിൽ. അങ്ങനെ തന്നെയാണോ പൃഥ്വിരാജ് ഇൻ റിയൽ ലൈഫ്? എനിക്ക് സംസാരിക്കാൻ ഒരു രീതി അറിയുള്ളൂ. അത് ഞാൻ ആരെയും ഇന്റിമിഡേറ്റ് ചെയ്യാനോ ആരെയും പേടിപ്പെടുത്താനോ ഒന്നും. ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ സാധാരണത്വം നിറഞ്ഞ ഒരു കോൺവെർസേഷനാണിത്. ഒരു പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ദിസ് ഇസ് ദി ഓൺലി വേ ഐ നോ ടു കൺവേഴ്സ്. പക്ഷെ എന്താ അറിയോ, പൃഥ്വിരാജ് എന്ന സിനിമാ നടനെ മാത്രം അറിയാവുന്നവരാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. എന്നെ സ്കൂളിൽ അറിയാവുന്ന എൻ്റെ മറ്റ് ഫ്രണ്ട്സിനും ഇപ്പോൾ സുപ്രിയയ്ക്കൊന്നും ഇതൊരു വിഷയമല്ല. കാരണം ഞാൻ അല്ലാതെയും ഇങ്ങനെയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ ഇങ്ങനെയാണെന്ന്. പിന്നെ എന്ന് മുതലാണ് മലയാള സമൂഹത്തിൽ നല്ല ഭാഷയിൽ വ്യക്തമായി ഉത്തരം പറയുന്നത് ഒരു കുറ്റമായി തുടങ്ങിയത്? ഞങ്ങളിത് ഒരിക്കലും ഒരു കുറ്റമായി പറഞ്ഞതല്ല. ഒരു ഇതുണ്ട്, അത് പൃഥ്വിരാജ് അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളെ കുറിച്ച് ഇപ്പം എല്ലാവരും പറയുന്നത് നമുക്കറിയാം ശരിയാണോ തെറ്റാണോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ എന്നില്ല. എനിക്ക് ഉയരുന്ന പരാമർശത്തിൽ ഒരു അവ്യക്തത തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി ഉത്തരം പറയാൻ സാധിക്കാത്തത്. എന്താണ് എന്നെ പറ്റിയുള്ള കുറ്റം? ഞാൻ നന്നായി സംസാരിക്കുന്നു കുറ്റം എന്നല്ല, പൃഥ്വിരാജ് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്നു പറയുന്നില്ലേ, അതൊരു കമ്പാരിറ്റീവ് ടേം ആണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്നോട് അതല്ലാത്ത രീതി എന്താണെന്ന് പറഞ്ഞു തരണം. എനിക്ക് ഈ ഒരു രീതി അറിയൂ, ജെന്യുവൻലി എനിക്ക് ഇങ്ങനെ ഒരു രീതി അറിയുള്ളൂ. ഐ ഡോണ്ട് നോ എനി അതർ വേ ടു ടോക്ക്. എന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. എനിക്ക് വാട്ട് ഐ നോ ഐ സ്പീക്ക്. ഒരു ചോദ്യം ചോദിച്ചാൽ അയ്യോ എനിക്കറിയില്ല എന്ന് പറയാൻ ഐ കാൺ ഡു ഇറ്റ്. എൻ്റെ കോമൺ സെൻസിനോട് കുറച്ചുകൂടെ ബഹുമാനം ഞാൻ കൽപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും ക്ലോസ് ടു ഹാർട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാണ്? ക്ലോസ് ടു ഹാർട്ട് ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കഥാപാത്രം പറയാൻ കാര്യം, ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായ ഒരു കഥാപാത്രം അങ്ങനെ അംഗീകരിക്കപ്പെടാതെ പോയി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് പറയാം, സോളമൻ ജോസഫ്, വർഗം. ഓക്കെ ഫൈൻ. ഇനി ഒരു സ്മോൾ ക്വസ്റ്റ്യൻ. ഉറുമി എന്ന മൂവിയിൽ ഇങ്ങനെ ഒരു തവളേനെ ഇങ്ങനെ ആക്കുന്നവരും, അത് ശരിക്കും തവളയെ തൊട്ടതാണോ? അത് ശരിക്കും തവളയാണ്. അത് തൊട്ടതാണോ? തൊട്ടതാണ്. അത് കാണുമ്പോഴൊക്കെ എനിക്ക് ചോദിക്കാം, കേരളത്തിലെ പല പ്രമുഖ കള്ള് ഷോപ്പുകളിലും ഏറ്റവും പേരുകേട്ട വിഭവം എന്ന് പറയുന്നത് തവളക്കറിയും തവള പൊരിച്ചതുമാണെന്ന് അറിയുമോ? അറിയാം. എന്നും ഇതുപോലൊരു ഹാൻസം ഫിഗറായി എല്ലാവരുടെയും ഫേവറേറ്റ് ആയി തന്നെ ഇരിക്കട്ടെ എന്ന്. അതോടൊപ്പം കുടുംബജീവിതവും നല്ലൊരു കുടുംബജീവിതവും ഞങ്ങൾ ആശംസിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.